ഹൈ ബിൽഡിംഗ് കൺസിസ്റ്റൻസി ഇൻ യുവർ ട്രേഡിംഗ്. അതായത് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് കരിയറിൽ നമുക്കൊരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് മാറണം അല്ലേ. അപ്പോൾ പല ട്രേഡേഴ്സിൻ്റെയും ഏറ്റവും വലിയ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് അവർക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഈ ഒരു ഒറ്റ റീസൺ കാരണം പല ട്രേഡേഴ്സും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് കരിയറിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. കാരണം ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ കിട്ടാത്തൊരു സമയത്തോളം നമുക്ക് ഒരു കരിയറിനെ നമുക്ക് അത്രത്തോളം ട്രസ്റ്റ് ആയിട്ട് തോന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അടുത്തൊരു 2-3 ദിവസം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി, പക്ഷേ പിന്നീട് നമുക്ക് ലോസ് വരുമ്പോൾ നല്ല രീതിയിലുള്ള ലോസ് വരുന്നത്, അല്ലെങ്കിൽ ആ ലോസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഓവറോൾ മന്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു ക്വാർട്ടർ നോക്കുമ്പോൾ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. സോ ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ മാസവും നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡറെ നമുക്കൊരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ ട്രേഡർ എന്ന് പറയാൻ പറ്റും. സോ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോക്കസ് ഓൺ 2-3 സ്റ്റെപ്പ്. അതായത് ഒരുപാട് കാര്യങ്ങളിൽ, അതായത് ഇപ്പോൾ പ്രൈസ് ആക്ഷൻ മാത്രം നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ടെക്നിക്കൽ പാർട്ട് മാത്രം നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ഒരു നീഷ് എന്താണെന്ന് നോക്കിയതിന് ശേഷം അതിനനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യാം. അതായത് ഒരുപാട് ഇപ്പൊ ടെക്നിക്കൽ നോക്കും, പ്രൈസ് ആക്ഷൻ നോക്കും, അതേപോലെ മൂവിംഗ് ആവറേജ് ക്രോസ് ഓവർ നോക്കും, പിവറ്റ് പോയിന്റ് നോക്കും, അതേപോലെ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എടുക്കും. പിന്നെ ഒരുപാട് സെറ്റപ്പിൽ നമ്മൾ ഒരുപാട് സെറ്റപ്പുകൾ നമ്മൾ ചൂസ് ചെയ്യാതെ ഒരു 2-3 സെറ്റപ്പ്. ഇപ്പൊ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതേപോലെ ഒരു നല്ലൊരു പുൾ ബാക്കിന് വേണ്ടിയിട്ട്, പുൾ ബാക്ക് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പുൾ ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നല്ലൊരു ഷോർട്ട്, ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു ബൈയിങ് മാർക്കറ്റിൽ നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ട്, അതേപോലെ ഒരു ഷോർട്ടിംഗ് മാർക്കറ്റിൽ, അതായത് ഒരു സെല്ലിംഗ് മാർക്കറ്റിൽ നന്നായിട്ട് ഷോർട്ട് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് ഉണ്ട്. സോ നമ്മൾ ഏതിലാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ട് ഒരു 2-3 സെറ്റപ്പ് അതിനോട് ചേർത്ത് വെച്ചിട്ട് അതിൽ നിന്നുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ആ രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ മുമ്പിൽ വന്നാൽ മാത്രം, നമ്മുടെ ചാർട്ടിൽ വന്നാൽ മാത്രം അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എലിമിനേറ്റ് ട്രേഡ് വിച്ച് ഡസ് നോട്ട് അലൈൻ വിത്ത് യുവർ ട്രേഡിംഗ് പ്ലാൻ. അതായത് എല്ലാവരുടെ കയ്യിലും ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാവും. സോ ആ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് മാത്രം നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതല്ലാതെ ഈ ഒരു അപ്പാർട്ട് ഫ്രം ദിസ് ട്രേഡിംഗ് പ്ലാൻ എന്ത് വന്നാലും, എന്ത് സ്റ്റോക്കിൽ വന്നാലും, എന്ത് ചാർട്ടിൽ വന്നാലും ട്രേഡ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ ഒരു ചാടിക്കറി ഒരു ട്രേഡ് എടുത്ത് ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, പക്ഷെ നെക്സ്റ്റ് ടൈം അതേപോലെ ആയിരിക്കണം എന്നില്ല. അപ്പം നമ്മുടെ കയ്യിൽ എന്താണ് ഒരു പ്ലാൻ ഉള്ളത്, ആ പ്ലാൻ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു പ്ലാനിനനുസരിച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഇതാണ് രണ്ടാമത്തെ കാര്യം. ഈ ഒരു കാര്യവും നിങ്ങൾ വളരെയധികം ട്രേഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുക. ഈ കാര്യങ്ങൾ ട്രാക്ക് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിനനുസരിച്ചിട്ട് വന്നാൽ മാത്രം, ഈ ഒരു കാര്യങ്ങൾ ട്രാക്ക് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കാം. കാരണം ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റില്ല. സോ ഈ ഒരു കാര്യങ്ങൾ, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു ബെഞ്ച് മാർക്കായിട്ട് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. ട്രേഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീനിനടുത്ത് നിങ്ങൾ എഴുതി വെക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ്, പക്ഷെ ഇത് നമ്മൾ എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ആ ഒരു കാര്യം ഇരിക്കണം എന്നില്ല. സോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ട്രേഡിംഗ് പ്ലാൻ, അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അടുത്ത് വെക്കേണ്ട ഒരു സംഗതിയാണ്. അതേപോലെ ചില നല്ല നല്ല കോഡ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല കോട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കോട്ടുകളൊക്കെ എഴുതി ട്രേഡിങ്ങിന് അടുത്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഓവർകം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇമോഷൻസ് ആയിരിക്കും. സോ ആ ഒരു ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊസിഷൻ സൈസിങ് ആണ്. അതായത് നമ്മുടെ ഒരു പൊസിഷൻ സൈസിങ് എപ്പോഴും വളരെ കറക്റ്റ് ആയിരിക്കണം. കാരണം ഒരു ദിവസം ഒരു പൊസിഷൻ സൈസിങ്, രണ്ടാമത്തെ ദിവസം വേറൊരു പൊസിഷൻ സൈസിങ്, മൂന്നാമത്തെ ദിവസം വേറൊരു പൊസിഷൻ സൈസിങ്, ഇങ്ങനെ നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പൊസിഷൻ സൈസിങ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മന്ത് എൻഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ലോസിലേക്ക് പോകും. കാരണം പല പൊസിഷൻ സൈസിങ്ങിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റുകൾ പല ഡിഫറെൻ്റ് ആയിരിക്കും, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ലോസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഒരു ടോട്ടൽ നമ്മളൊരു ഒരു മന്തിൻ്റെ അവസാനം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ മിക്കവാറും സമയത്ത് നമ്മൾ ലോസിലായിരിക്കും എൻഡ് ചെയ്യുക. സോ എപ്പോഴും ശ്രദ്ധിക്കുക, പൊസിഷൻ സൈസിങ് വളരെ കറക്റ്റായിട്ട് ആ ഒരു പൊസിഷൻ സൈസിങ് നിങ്ങൾ എപ്പോഴും ട്രാക്ക് ചെയ്ത് ഒരേ രീതിയിൽ പൊസിഷൻ സൈസിങ് ബിൽഡ് ചെയ്തിട്ട് ആ ഒരു പൊസിഷൻ
സൈസിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർ മൾട്ടിപ്പിൾ ആണ്. അതായത് നമ്മുടെ ഒരു റിസ്ക് റിവാർഡ്, നമ്മൾ എത്ര രൂപ റിസ്ക് ചെയ്യുന്നു, എത്ര റിവാർഡ് നമുക്ക് കിട്ടുന്നു എന്നുള്ളത്. ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ റിസ്ക് ചെയ്യുന്നത് 1 രൂപയും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 രൂപയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 ആണ്. സോ ഇത് എപ്പോഴും മൈൻഡിൽ വെക്കുക. അതായത് നിങ്ങളുടെ ഒരു ആർ മൾട്ടിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ ട്രേഡർ മാറണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ പല ട്രേഡേഴ്സിനുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ ലോസ് വരുന്ന സമയത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും, എന്നാൽ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ട് സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. സോ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളൊരു ആർ മൾട്ടിപ്പിൾ നിങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. അതേപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലാൻ ബിൽഡിംഗ് ആണ്. നമ്മുടെ അടുത്തൊരു പ്ലാൻ ഉണ്ടാവണം. ആ പ്ലാൻ നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ട്രാക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാവും, പക്ഷെ അത് ട്രേഡിങ്ങിന് വന്ന് ഇരിക്കുന്ന സമയത്ത് നമ്മളത് ഫോളോ ചെയ്യില്ല. ഫോളോ ചെയ്യാതാവുമ്പോൾ നമുക്ക് പല മിസ്ബിഹേവിയറും നമ്മുടെ സ്റ്റോക്കിനോട് കാണിക്കും, അല്ലെങ്കിൽ ട്രേഡിങ്ങിനോട് കാണിക്കും. സോ അത് ചെയ്യാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ്, നിങ്ങളൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ആ പ്ലാൻ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എക്സിക്യൂഷനാണ്. നമ്മൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ അടുത്തൊരു വാച്ച് ലിസ്റ്റിൽ നമ്മൾ കുറച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോക്കുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളുടെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. ഈ ഒരു പ്ലാൻ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക. അതായത് നമ്മൾ ഒരു കറക്റ്റ്, ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഒരു 100 രൂപയുടെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ, ഈ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇനിയും പോയിന്റിൽ ഈ ഒരു പ്രൈസ് ടാഗിൽ ഞാനിത് ബൈ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എക്സിക്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ജേണിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുക. എല്ലാ ദിവസവും ട്രാക്ക് ചെയ്യുക. നിങ്ങൾ മാർക്കറ്റിൽ വരുന്ന ഒരാളാണ്, നിങ്ങൾ എല്ലാ ദിവസവും ട്രേഡ് എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്തതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങൾ, എവിടെയൊക്കെ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തി, എവിടെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. ഒരു ജേണലായിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആക്കുക. ഓരോ ദിവസം ബെറ്റർ ആക്കുക. ബെറ്റർ ആക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. നിങ്ങളുടെ ട്രേഡിങ് എങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾ എവിടെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നതിനെ പറ്റിയിട്ട് ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ.